ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് ജോയി മരിച്ച സംഭവത്തിൽ മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. നഗരസഭാ മതിൽ ചാടിക്കടന്ന് യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അനുരാഗ് ചേരുന്നു വിവരങ്ങളുമായി. അനുരാഗ്, ഈ പ്രവർത്തകരെ പൂർണ്ണമായും അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടോ? യൂത്ത് ലീഗ് പ്രവർത്തകർ ആരുടെ നേതൃത്വത്തിലാണ് അവിടേക്ക് പ്രതിഷേധമായി എത്തിയത്? BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മേയറുടെ ഓഫീസ് ഉപരോധിക്കുകയാണ്. ഒപ്പമാണ് ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകർ നഗരസഭയുടെ മതിൽ ചാടിക്കടന്നത്. നഗരസഭയിലേക്ക് അതിക്രമിച്ച് കയറാനാണ് ശ്രമിച്ചത്. പോലീസ് ഇടപെട്ട് 5ഓളം പ്രവർത്തകരുണ്ടായിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ എത്തിയത്. 5ഓളം പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവർ അപ്രതീക്ഷിതമായി നഗരസഭയുടെ മതിൽ ചാടിക്കടന്ന് നഗരസഭയ്ക്കുള്ളിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുകയായിരുന്നു. ഈ സമയത്ത് കൂടുതൽ പോലീസുകാർ എന്തായാലും ഇവിടെ ഉണ്ട്. അവർ ചേർന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും അല്പസമയത്തിനകം നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് കൂടി വരുന്നുണ്ട്. നഗരസഭയിലേക്ക് മേയർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം. ജോയിയുടെ മരണത്തിന് ഉത്തരവാദി നഗരസഭയാണ് എന്നുള്ളത് ആരോപിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ഇതിനൊപ്പം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധം കൂടിയുണ്ട്. ഇത്തരത്തിൽ തലസ്ഥാന നഗരം ജോയിയുടെ മരണത്തിൽ ഉത്തരവാദി റെയിൽവേ ആണെന്ന് ഭരണപക്ഷം ആരോപിക്കുന്നു. അതിനൊപ്പം പ്രതിപക്ഷം നഗരസഭയാണെന്ന് ആരോപിച്ചുകൊണ്ട് സമാന്തരമായി ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. എന്തായാലും തലസ്ഥാനം ജോയിയുടെ മരണത്തിൽ കലുഷിതമാവുകയാണ്. പ്രതിഷേധ പ്രകടനമാണ് അവിടെ നടന്നത് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ. മറ്റ് പ്രതിഷേധങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെയുള്ളത് അനുരാഗ്? ഈ വിഷയത്തിൽ BJP കൗൺസിലർ പറഞ്ഞോളൂ. രാവിലെ തന്നെ BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മേയറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. മേയർ എന്നാൽ എത്തിയിട്ടില്ല, മറ്റൊരു പരിപാടിയിലാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ്, നഗരസഭയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ സമയത്ത് ഈ ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കുന്ന BJP കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ സമയം വലിയ പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ വലിയ ഒരു ബഹളത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അതിനൊപ്പം നേരത്തെ തന്നെ തീരുമാനിച്ച പ്രകാരം നഗരസഭയ്ക്ക് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചുണ്ട്. ഇതെല്ലാം ജോയിയുടെ മരണത്തിൽ ഉത്തരവാദി നഗരസഭയാണ് എന്നുള്ളത് ആരോപിച്ചുകൊണ്ടാണ്. എന്തായാലും 12 മണിയോടുകൂടി യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനൊപ്പമാണ് ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകർ നഗരസഭയുടെ മതിൽ ചാടിക്കടന്ന് നഗരസഭയ്ക്കുള്ളിലേക്ക് കയറി പ്രതിഷേധിക്കാൻ ആയി എത്തിയത്. ഈ സമയം പോലീസ് ഇടപെട്ട് ഇവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ചുണ്ട്. അത് ജോയിയുടെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം റെയിൽവേ നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മാർച്ച് നടക്കുക. RMSന് മുന്നിൽ നിന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഡിവൈഎഫ്ഐയുടെ മാർച്ച്. ഇത്തരത്തിൽ ജോയിയുടെ മരണത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണപക്ഷം ആരോപിക്കുന്നു റെയിൽവേയാണ് ഉത്തരവാദികൾ, കൃത്യമായ നഷ്ടപരിഹാരം നൽകണമെന്ന് ഭരണപക്ഷത്തെ സംഘടന ആവശ്യപ്പെടുന്നു. അതിനൊപ്പം പ്രതിപക്ഷത്തെ യുവജന സംഘടന നഗരസഭയാണ് ഇതിനെല്ലാം കാരണം, ജോയിയുടെ മരണത്തിന് കാരണം നഗരസഭയാണ്, കൃത്യമായി മാലിന്യം നീക്കാത്തതാണ് ഇത്തരത്തിൽ അപകട മരണത്തിന് കാരണമെന്ന് ആരോപിച്ചുകൊണ്ടാണ് മേയർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സമരം നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഇവരേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് കൂടി എത്തുകയും ചെയ്യും. ജോയിയുടെ മരണത്തിൽ യുവജന സംഘടനകൾ പരസ്പരം പഴിചാരിക്കൊണ്ടുള്ള പ്രതിഷേധ സമരങ്ങളിലാണിപ്പോൾ ഉള്ളത്. തലസ്ഥാനം കലുഷിതമാവുകയാണ് ജോയിയുടെ മരണത്തിൽ എന്നാണിപ്പോൾ അവിടെ നിന്നും VS അനുരാഗ് റിപ്പോർട്ട് ചെയ്യുന്നത്.